നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണം ഞാൻ എവിടെയാണെന്നുള്ളത്. സോ ഞാൻ ട്രെയിനിലാണ്. മമ്മിയുടെ ആദ്യത്തെ AC, മമ്മി എന്നോടൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചു. AC-യിൽ പോകണം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പം വഴിയെ കാണിച്ചു തരാം ബാക്കിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. AC-യിൽ ആദ്യമായിട്ടല്ലേ കയറാൻ പോയി. അപ്പോൾ നമ്മൾ AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ, ഈ ട്രെയിനിൽ ഞങ്ങൾ കുറച്ച് ദിവസം ഒരു ലോങ് യാത്ര, മമ്മിയുടെ ആദ്യത്തെ AC ട്രെയിന്, ആദ്യത്തെ ലോങ് ട്രാവല്, 2 ദിവസം ഇരുന്ന് ഞങ്ങൾ മടുത്ത്. മമ്മിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഒരു സ്ഥലം, 2-3 സ്ഥലങ്ങൾ കാണണം എന്ന് പറഞ്ഞു. ആ സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാലും അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. അപ്പം ഞാൻ ട്രെയിനിലാണുള്ളത്, അറിയാലോ ട്രെയിനിന്റെ അവസ്ഥകൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നതല്ലേ, നോക്കാം. ലെറ്റ്സ് സീ. ഇപ്പം കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മംഗളയിലാണുള്ളത്. അപ്പം ഇനി പോകുന്ന വഴിക്ക് എങ്ങനെയാണ് ട്രെയിനിലെ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ മമ്മി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു പോവല്ലേ? ഓക്കെ. ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ, പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഗെയ്സ്. എല്ലാ ലാവിഷായിട്ടല്ലേ, ആർഭാടമായിട്ട് എല്ലാ കാര്യങ്ങളും. അല്ല, ഞങ്ങക്ക് 2 പേർക്കും കൂടെ ഉള്ളതാ അല്ലേ? അത് ഇപ്പൊ കുഴപ്പമില്ല, ഇവിടെ വിട്ടാലേ സീനുള്ളൂ. ഞങ്ങളുടെ പൊതിച്ചോറില് എന്തൊക്കെയുള്ളതെന്ന് നോക്കി. ബീഫ്, ചമ്മന്തി, പയറ്, മുട്ട, അച്ചാറ് സെറ്റല്ലേ കഴിച്ചത്. അതുകൊണ്ടാണ് ഞാനും പറഞ്ഞു അവിടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയാൽ അവര് അവിടെ വർത്താനം പറയോ, അവർക്ക് അവരുടേതായിട്ടൊരു കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞങ്ങൾ കയറി ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ലഞ്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും കണ്ട ഒരു നല്ലൊരു കാഴ്ചയായിട്ടോ. ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾ എഴുന്നേറ്റ് കൊടുത്തു. എല്ലാ സീറ്റിലും ആൾക്കാരുണ്ടായിരുന്നു, നിസ്കരിക്കുക. കുറച്ച് കൂട്ടുകെട്ട് കിട്ടി. എല്ലാവരും കിടന്നു ഉറങ്ങാൻ പോവാണ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ചായയുടെയും കോഫിയുടെയും ബിരിയാണിയുടെയും ഉപ്പുമാവിൻ്റെയൊക്കെ വിളിയിട്ട് എഴുന്നേറ്റതാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സൗണ്ട് കേട്ട് എഴുന്നേറ്റു. ഒരു കാപ്പി കിട്ടിയില്ല. അതെ, 2ാമത്തെ ദിവസം മമ്മി ഇരുന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേരളം വിട്ടതുകൊണ്ട് ഇതെന്താന്ന് പറയാൻ പറ്റില്ല. അപ്പം കറിയും ഫുള്ള് തുരങ്കായിരുന്നു. ഒരു അയ്യോ, കാണുന്നില്ല ബോർഡ്. ദേ എറണാകുളം നിസാമുദ്ദീൻ കിടക്കുന്നു. ഇപ്പൊ വന്ന് നിർത്തിയതാണ്. ഹലോ, ഹായ് ഹായ്, ഹലോ. ചിരിക്കണ്ടി പെണ്ണേ. എറണാകുളംകാര് മമ്മിക്ക് കിട്ടിയ കൂട്ട് ട്രെയിനിൽ നിന്ന് കിട്ടിയതാ. ഡൽഹിയിലെ സെറ്റില്. അത് ത്രേസി ആൻറ്റി, ഇത് ശോഭന ആൻറ്റി. നല്ല പേര്, ശോഭന സുരേഷ്. ഇവര് ഡൽഹിക്ക് പോകുന്നു, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നു അല്ലേ? അപ്പൊ നമുക്കിനി എവിടെയെങ്കിലും വെച്ച് കാണാം. ബൈ. മംഗള, ലക്ഷദ്വീപ്,
എക്സ്പ്രസ്സിനാണ് കയറിയിരിക്കുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീൻ വരെയാണോ ഈ ട്രെയിൻ ഉള്ളത്. അതിനകത്ത് നിന്ന് ആഗ്രയിൽ ഇറങ്ങാൻ പോവാണ് ഞങ്ങൾ. ഇപ്പം ഞങ്ങൾ കയറിയത് ഒരു ദിവസം ഉച്ചയ്ക്കാണ്. അന്ന് ഉച്ചയ്ക്ക് കയറി നെക്സ്റ്റ് ഡേ ഫുള്ള്. ഇന്ന് മോർണിംഗ് ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ ആഗ്രയിലെത്തും. നിസാമുദ്ദീനിൽ എനിക്ക് തോന്നുന്നു എത്തുന്നത് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നിസാമുദ്ദീനിലെത്തും. അപ്പം അതിനിടയ്ക്കുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ്, ഒരുപാടില്ലായിരുന്നു, കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ വേറെ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം 3rd AC എക്കണോമിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഈ ട്രെയിനിൽ ആകെ 2 കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ബുക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റോ അല്ലെങ്കിൽ RAC ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ RAC തന്നെ നിൽക്കും. കാരണം നല്ല തിരക്കായിരിക്കും ഇതിനകത്ത്. ഒരു 100 രൂപ 200 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യത്യാസത്തിൽ ആകെ 2 കോച്ചുള്ളതൊന്നും ക്യാൻസലേഷൻ ഒന്നും വരത്തില്ല. ക്യാൻസലേഷൻ വരാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ സീറ്റ്, ഒറ്റ സീറ്റ് തന്നെ RAC 2 പേര് ഒരുമിച്ച് ഇരുന്നിട്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടി. വേറെ ഒരാളുണ്ടായത് ഭോപ്പാലിൽ ഒരു ഫാമിലിയായിട്ട്, അവരത്രയും നേരം ട്രാവൽ ചെയ്തു. പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഇത്ര വീതിയൊക്കെ കുറവാണ്. ബാത്റൂമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല, ക്ലീനാണ്. ക്ലീനാണ്, ബാത്റൂമൊക്കെ ക്ലീനാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം നമുക്ക് മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല ഭയങ്കരമായിട്ട് ഇരിക്കും. ഇപ്പം ഇത്രയും തന്നെ ഇത്രയേ ഉള്ളൂ, ഇത്ര ഗ്യാപ്പിൽ. അത്രയും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞാനിത് ഫുള്ളൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. കയറിയപ്പം ബാത്റൂമൊക്കെ ക്ലീനായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ക്ലീനൊക്കെ മാറിയിട്ട് എല്ലാവരും അഴുക്കാക്കിയിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. പിന്നെ മറ്റുള്ള ട്രെയിനിൽ എപ്പോഴും ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇത് ക്ലീനിങ് ഇല്ല, എല്ലാം ഇവിടെ തറയിൽ കിടക്കണ്ട. ഒരു ദിവസം എപ്പോഴും ഒരു പ്രാവശ്യം വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ ട്രെയിനിൽ നിന്ന് കണ്ടില്ലേ, മമ്മിക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ ലേറ്റ് ആയെന്ന് വെച്ചാൽ ഈ സ്ഥലമില്ല, കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് എങ്ങനെ വീഡിയോ എടുക്കുക, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ഞങ്ങൾ കയറിയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് ഫുഡ്, പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കള്ളപ്പം ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസം, ഇന്നലെ ഉച്ചവരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രാത്രി ആയപ്പോഴത്തേക്കും പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. ആ വീഡിയോ കണ്ടില്ലായിരുന്നു. പിന്നെ ബാലൻസ് ഇന്നിപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല, ഇറങ്ങിയിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു. കോഫി വരുന്നില്ല, ടീ മാത്രമേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഈ കോച്ചൊക്കെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ വന്നിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റാണ് 3rd എക്കണോമി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഒരാൾക്ക് കഷ്ടി നടന്നു പോകാനുള്ളൊരു വീതി നീളേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ ചെറുതാണ്. നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല മുട്ടും. അതുപോലെ പിന്നെ സ്പേസ് തീരെയില്ല. പക്ഷേ ഒരു 100 രൂപ 200 രൂപയുടെ എങ്ങാണ്ട് വ്യത്യാസമേ ഉള്ളൂ 3rd എക്കണോമിക്ക്. പിന്നെ അതുപോലെ തന്നെ RAC ആണെന്നുണ്ടെങ്കിൽ അത് കൺഫേം ആവാൻ ചാൻസ് കുറവാണ്. നമ്മൾ എവിടെ പോകണോ അവിടം വരെ ഈ RACയിൽ പോകണം. കാരണം ഈ മംഗള ലക്ഷദ്വീപിൽ ആകെ 2 കോച്ചേ ഉള്ളൂ. കേരള എക്സ്പ്രസ്സിന് ആകെ 1 കോച്ചേ ഉള്ളൂ. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ മാക്സിമം ഈ 3rd എക്കണോമി എടുക്കാതിരിക്കുക. പക്ഷെ കുറച്ച് വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ, വാഷ്റൂമൊക്കെ ആണെങ്കിലും. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര അവസാനിച്ചു. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. മമ്മിയുടെ സബലീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഞങ്ങൾ. നല്ല റോഡ്, ഞാൻ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇപ്പം നല്ല റോഡ്. ഞാൻ പറഞ്ഞു ഇത്രയും നേരം നല്ല റോഡാന്ന് പറഞ്ഞു. ഇപ്പം അതിനകത്തൊന്നും അല്ല, ഇപ്പം ആക്ച്വലി ഒരു നല്ല റോഡിൽ കൂടെയായിരുന്നു കയറിയത്. ഇപ്പം ഷോർട്ട് കട്ടിന് വേറെ എവിടെയോ പോകാൻ തോന്നുന്നു. ഞങ്ങൾ റിക്ഷയിലൊക്കെ കയറി ഞങ്ങളൊന്ന് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഞാനിപ്പം രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. റൂമിലെത്തിയതിന് ശേഷം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങൾ എവിടെയാണ് വന്നേക്കണേ എന്നുള്ളത്. അല്ലേ അമ്മേ? ഇപ്പം കാണിക്കണോ? ഇപ്പം കാണിക്കണ്ടല്ലോ. കാണിക്കണ്ട. അപ്പം ശരി ഗായ്സ്.